എക്സാം അടുക്കാറാവുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആയിക്കോട്ടെ, അതല്ല നമ്മളിപ്പോ ലൈവ് ഒക്കെ പോകുന്ന സമയത്ത് ലൈവ് ചാറ്റില് ഏറ്റവും കൂടുതൽ കുട്ടികൾ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയോ? ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മൾ എന്തിനാണെന്ന് അറിയില്ല, അതായത് മറ്റുള്ളവർ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുറച്ചൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് അല്ലെ. അതായത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണം അല്ലെ, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തുടങ്ങിയിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന റിപ്ലൈ കമന്റ്സ് അല്ലെ. ഇത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഞാനും എൻ്റെ ലൈഫില് ഒരു സ്റ്റേജില് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കായിരുന്നു, പഠിച്ചു കഴിഞ്ഞോ, പഠിച്ചിട്ട് എവിടെ എത്തി, പഠിച്ചിട്ട് നിൽക്കുന്നുണ്ടോ, ഓർമ്മ കിട്ടുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മിക്കവാറും കിട്ടുന്ന ഉത്തരം പഠിച്ചിട്ടില്ല എന്ന് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അത്തരത്തിലുള്ള റിപ്ലൈ തരുന്നത്? അതിൽ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും സത്യസന്ധമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാത്തത് കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അതിൽ മെജോറിറ്റി ആൾക്കാര് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും തൊട്ടിട്ടില്ല, പുസ്തകം തൊട്ടിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും കള്ളാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആൻസർ? നമ്മുടെ ഫ്രണ്ടും നമ്മുടെ അതേ അവസ്ഥയിലായിരിക്കും, പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എക്സാം എടുക്കാറായിട്ട് നമ്മൾ ഒന്നും തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാതാവുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ടെൻഷൻ വരാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും അവരും ഇതേ അവസ്ഥയിലാണ് എന്ന് കേൾക്കാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ ആ ഒരു ആൻസർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ചു പേരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചു, ഇനി എനിക്ക് ആകെ 2 ചാപ്റ്ററും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാം റിവൈസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ എപ്പോഴെങ്കിലും അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നീ വലിയ പഠിപ്പി, നീ ഫുൾ പഠിച്ചല്ലേ, നിനക്കെല്ലാം കിട്ടുമല്ലേ, നിനക്ക് നല്ല മാർക്സ് അല്ലേ, നീ നമ്മളെ കൂട്ടത്തിലൊന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. ഈ കാര്യം നിങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലെ? തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതല്ല, നമ്മളെ പോലെ തന്നെ ഇങ്ങനെ പഠിക്കാതെ നടക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. അതിൽ ആരെങ്കിലും സത്യം പറഞ്ഞപ്പോ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഭയന്നിട്ടാകും പലരും തന്നെ തിരിച്ച് നമ്മളോട് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതാണോ? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 90% നിങ്ങൾക്ക് ആ പഠിച്ചിട്ടില്ല എന്ന് ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നല്ലാതെ ശരിക്കും റിയാലിറ്റിയിൽ നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അവരുടെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ. മിക്കവാറും അതിന് ഇപ്പൊ പബ്ലിക് എക്സാമിന്റെ സമയത്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക, അയ്യോ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് ഫുൾ A+ ഫുൾ മാർക്കും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോ ആ കാര്യം റിയലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. നമ്മളെ പോയ മാർക്സ്, നമ്മളെ പോയ അവസരം പോയത് തന്നെയാണ് അല്ലെ. റിയാലിറ്റിയിൽ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം എൻ്റെ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളും പഠിച്ചു തുടങ്ങുക എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. കാരണം ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ നമ്മൾക്കും എല്ലാവരും, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, എല്ലാവരും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നേ? നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല, നിങ്ങളെ ക്ലാസ് മുഴുവൻ തോറ്റുപോയി എന്ന് കരുതാ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ എക്സാം സിസ്റ്റമോ നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലേ അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ മക്കളെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി. ഓക്കെ, അപ്പൊ ആ ഒരു റിയാലിറ്റി എന്റെ കുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡെസിഷൻ ആണ് നമ്മളുടെ എക്സാം വിന്നറിന്റെ +1 അഗ്നി ബാച്ച്. അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും, മിസ് ഞങ്ങൾ SSLC എത്തിയിട്ടുള്ളൂ, ഞങ്ങളിപ്പോ ഫുൾ A+ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യം ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി തന്നെയാണ് മിസ് പറയുന്നത്. കാരണം ഇനി നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് SSLCയിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ എക്സാം വിന്നറിന്റെ ഈ ക്രാഷ് ബാച്ചിലുണ്ട്.
ഈ ക്രാഷ് ബാച്ചിലേക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ അടുത്ത വർഷം എന്തായാലും +1 പഠിക്കുമല്ലോ. അത് നിങ്ങൾ കൊമേഴ്സ് ആവാം, സയൻസ് ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ ഈ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കാം. അതായത് അടുത്ത വർഷം നിങ്ങൾ ഞങ്ങൾ ഈ എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്തിട്ട് +1 എത്തിയിട്ട് അഡ്മിഷൻ എടുത്തോളാം, ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന പോലത്തെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും വർക്ക്ഷീറ്റും എക്സാംസും എല്ലാം കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ബുക്ക് സെറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കാം. ഇപ്പൊ അഡ്മിഷൻ എടുത്താൽ ആ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിലും കിട്ടും. അത് കൂടാതെ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, അതായത് റിവിഷൻ ക്ലാസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ, വർക്ക്ഷീറ്റ്, മോഡൽ എക്സാം, ക്വസ്റ്റ്യൻ ബാങ്ക്, SSLC ഫാസ്റ്റ് ട്രാക്ക് ബുക്ക്, ഓക്കെ, ഈ 2 ബുക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ കൂടെ നമ്മുടെ ഈ ക്രാഷ് ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും നമ്മുടെ +1 അഗ്നി ബാച്ച്. കാരണം നമ്മുടെ +1 അഗ്നി ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അഗ്നി ബാച്ചിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. നമ്മുടെ അഗ്നി ബാച്ചിൽ മാത്രം, യൂട്യൂബിലെ കണക്ക് ഒന്നല്ല പറയുന്നത്, അഗ്നി ബാച്ചിൽ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ച മക്കളാണ്. അതിന് താഴെ തന്നെ ഇനിയിപ്പം ഫുൾ A+ ഇൻ സയൻസ് ഉണ്ട്, ഫുൾ മാർക്ക് ഇൻ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ 98.8 98.7 എല്ലാം ഉണ്ട്. അത് നമ്മൾ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ തീരില്ല. ആൻഡ് ഇത് നമ്മുടെ +2 ടോപ്പേഴ്സ് ആണ്, ഇതാണ് അവരുടെ ബാക്കിയുള്ള മാർക്സ് ഒക്കെയാണ്. അപ്പം ഇത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചിൽ എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ ഈ SSLC ക്രാഷ് ബാച്ച് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ +1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്ലാസ്സുകളും കിട്ടും. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. കാരണം നിങ്ങൾ കാണുന്നത് പോലത്തെ ഇതുവരെ കണ്ട 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ചാപ്റ്റേഴ്സ് അല്ല +1 നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. സിലബസ് മാറും, NCERT സിലബസ് ആണ്. അതിലെ ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ്, ഡെപ്ത് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ പെടും. നിങ്ങൾ മിസ് പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ തന്നെ +1 ഇതിപ്പോ നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചിൽ അല്ലെങ്കിലും ഏതെങ്കിലും ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിന്റെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയി കിട്ടും. ഇത് ഫ്രീ ആയിട്ട് പഠിച്ച് SSLCയിൽ ഫുൾ A+ എന്ന് പറയുന്ന ഒരു ഡ്രീം സ്വന്തമാക്കാം. അതിനുശേഷം +1 സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കാം. ഓക്കെ, താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.